അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഒറ്റപ്പാലം വാണിയംകുളത്ത് അനധികൃതമായി 7 ഏക്കറോളം കുന്നിടിച്ചു നിരത്തിയ വിഷയത്തിൽ CPIM നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ വാർത്തയായതിന് പിന്നാലെയാണ് CPIM നേതാക്കളുടെ ഇടപെടൽ. വാണിയംകുളത്ത് ടൗണിനോട് ചേർന്നുള്ള 150ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെയാണ് കുന്നിടിച്ചിൽ ബാധിക്കുക. കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടിയാണ് സ്ഥലം നിരത്തൽ എന്നതായിരുന്നു ഉടമകളുടെ വാദം. എന്നാൽ വില്ലേജ് അധികാരികൾ ഇടപെട്ട് നിലവിലെ പ്രവർത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു വകുപ്പുകളുടെയും അനുമതിയില്ലാതെ 7 ഏക്കറോളം കുന്ന് നിരത്തിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് വാർത്തയായി പുറത്തുവന്നത്. നിരത്തിയിട്ട കുന്നിനു മുകളിലെ വലിയ പാറക്കല്ലുകൾ താഴെ പാർക്കുന്ന കുടുംബങ്ങളുടെ മേൽക്കൂരയ്ക്കുമേൽ വന്നു പതിക്കുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്ക് ഉള്ളത്. പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കൂ എന്നതാണ് CPIM നിലപാട്. അതേസമയം പുതിയ സ്റ്റാർട്ടപ്പുകളെ എതിർക്കുകയല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുകയാണ് തങ്ങളുടെ നിലപാട് എന്ന് നേതാക്കൾ പറഞ്ഞു. കുന്ന് ഇടിച്ചു നിരത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള നിവാസികളുടെ ഇടയിൽ ഒരു വലിയ ആശങ്കയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരാതിയും വന്ന ഒരു സാഹചര്യത്തിൽ CPMന്റെ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ CPMന്റെ ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ KP സുധീറും K ഭാസ്കരൻ സഖാവും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഗംഗാധര സഖാവും ആരീസും പാർട്ടിയുടെ LC സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പ്രേമനും ഉൾപ്പെടെയുള്ള ഞങ്ങളിവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആശങ്ക ശരിയാണ് എന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഏതൊരു പദ്ധതി വരുന്ന കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു തരത്തിലും എതിരല്ല. പക്ഷേ ഈ പദ്ധതി വരുമ്പോൾ അതെന്താണ് പദ്ധതി എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയും അംഗീകാരം തേടേണ്ടതുണ്ട്. ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടലൊന്നും തന്നെ ഈ പദ്ധതി ആരംഭിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലായത്. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസിനെ കൂടാതെ ഏരിയ നേതാക്കളായ KP സുധീർ, K ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ K ഗംഗാധരൻ, ലോക്കൽ സെക്രട്ടറി KP പ്രേമൻ, LC അംഗം മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.